ഈ സംഭവം നടക്കുന്നത് മുംബൈ പനവേൽ, അതായത് ഔട്ടർ മുംബൈ, അവിടുന്ന് പിന്നെ നമ്മുടെ ഗുജറാത്തൊക്കെ പോണ ആ റൂട്ടിൽ ഒരു ചെറിയ ഗ്രാമം മഹാരാഷ്ട്രയിൽ തന്നെ. അവിടെ ഒരു പാസ്റ്റർ, ഒരു തെക്കൻ ജില്ലക്കാരനാണ്. ഈ പാസ്റ്റർ അവിടെ ആധ്യാത്മികവും എന്താ പറയുക, പെന്തക്കോസ്തുകാരുടെ ഞായറാഴ്ചത്തെ പ്രയറും അവിടെ കുറച്ച് അനാഥ കുട്ടികളെയൊക്കെ നോക്കലും, എങ്ങനെ ഇവരൊക്കെ അവിടേക്ക് എത്തിപ്പെടണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോണത്. ഈ പാസ്റ്റർ അത്യാവശ്യം ഉടായ്പൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവിടെ സഹായിയായിട്ട് നിന്ന ഒരാൾ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഇയാൾ അയാളോട് തെറ്റി നിൽക്കണ സമയം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. ഇയാൾ അനാഥ കുട്ടികളെ സ്വീകരിക്കും, നോക്കും, അങ്ങനെയൊക്കെ ആ പ്രാദേശിക തലത്തിലൊക്കെ ഇയാൾ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം അവിടെ നടന്നത് അയാൾ പറഞ്ഞത്, ഒരു ചെറിയ പൈതലിന്, അത് ന്യൂ ബോൺ ചൈൽഡിന് കിട്ടി മുംബൈ നഗരത്തിലെ പ്രാന്തപ്രദേശത്ത് എവിടുന്നു ആരോ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇയാളത് സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തിട്ട് ഇയാൾ ആരെയൊക്കെ ഫോൺ വിളിച്ച് ബന്ധപ്പെട്ട് ഒരാഴ്ച കൊണ്ട് 2 പേരവിടെ, 4 പേര്, ഒരു കപ്പിൾസും വേറെ 2 പേരും, അവർ ഫ്ലൈറ്റിൽ കേരളത്തിൽ നിന്ന് അവിടെ എത്തി, ഈ സ്ഥാപനത്തിലെത്തി. അയാൾ നല്ലൊരു തുക വാങ്ങിയിട്ട് ഈ കുട്ടിനെ അവർക്ക് വിറ്റു. അങ്ങനെ ഈ കുട്ടീനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. അതേപോലെ 12 വയസ്സുള്ളൊരു കുട്ടിയാണ്, പെൺകുട്ടി. അവിടെ കുറച്ച് രത്നഗിരി ജില്ലയിലുള്ളൊരു ടീം കൊണ്ടുവന്ന് അവിടെ ആക്കി. ഞങ്ങൾക്ക് നോക്കാൻ കഴിവില്ല, നിങ്ങൾ നോക്കുക ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ ഞാൻ നോക്കിക്കോളാറ്. അപ്പോഴാണ് വിദേശത്തു നിന്നൊരു ദമ്പതികൾ, ജർമ്മനിയിൽ നിന്ന്, അവിടുത്തെ വർഷങ്ങൾ കുറേ മുമ്പാണ് കേട്ടോ, ഇപ്പോഴത്തെ പോലെ ഇൻ്റർനെറ്റും അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. അവിടുത്തെ ജർമ്മൻ ദമ്പതികൾക്കൊരു ഇന്ത്യൻ കുട്ടീനെ ദത്ത് വേണം. അപ്പോൾ എങ്ങനെയോ അഡ്രസ്സൊക്കെ തപ്പി ഇയാളായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞ് ഒരു മാറാട്ടി പെൺകുട്ടിയുണ്ട്, 10 വയസ്സ്, ഏകദേശം ആ റേഞ്ചാണ്, ഇത്ര റേറ്റ് ആവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത്, ഈ കുട്ടീനെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. അപ്പോൾ ഈ അഡാപ്റ്റ് ചെയ്യണം, ദത്തെടുക്കണ നിയമമൊക്കെ അന്ന് മുംബൈയിലൊക്കെ ഈസിയാണ്, പൈസ കൊടുത്താൽ ദത്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ദമ്പതികൾ ദത്തെടുക്കണതായിട്ടാണ്. എന്നിട്ട് ഇവർ ജർമ്മൻ വിസയൊക്കെ ഉണ്ടാക്കി ഈ കുട്ടീനെ ഇവിടുന്ന് കടത്തി. എന്നിട്ട് ഈ ഫാസ്റ്റർ ചെയ്ത പണി എന്താണെന്നറിയോ, ലോക്കൽ സ്റ്റേഷനിൽ ഈ കുട്ടി ഒളിച്ചു പോയി എന്നുള്ള ഒരു പരാതി കൊടുത്ത്. ഇപ്പോൾ പാസ്പോർട്ട് എടുത്ത് പോയത് ഏത് കുട്ടിയാണ്, ഇതൊന്നും മുംബൈ പോലീസിനൊന്നും മഹാരാഷ്ട്ര പോലീസിനൊന്നും, അവിടെയൊക്കെ ഒരു മുറുക്കാൻ മേടിച്ച് കൊടുത്താൽ മതി അന്നൊക്കെ. അത് കഴിഞ്ഞ് ഈ കുട്ടീൻ്റെ ബന്ധുക്കൾ വന്നപ്പോൾ പറഞ്ഞ്, ആ കുട്ടി ഇവിടുന്ന് ചാടിപ്പോയിട്ട് മാസങ്ങളായി, ഞാൻ പോലീസിൽ പരാതിപ്പെട്ടു, നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ അന്ന് ഫോണൊന്നുമില്ല, മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിൽ രത്നഗിരിയിലൊന്നും ഫോണില്ല. അപ്പം അതിനെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. ഇതാണ് ആത്മീയ കച്ചവടം, കുട്ടിക്കടത്താണ്, കുട്ടീനെ വിൽപ്പന, ഇല്ലീഗൽ പരിപാടിയാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് ഈ ചെറിയ പൈതലിനെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഞാനതിൻ്റെ പിന്നാലെ കൂടി. അപ്പോൾ ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഒരു പെൺകുട്ടീനെ ദത്തെടുക്കാമെന്ന് വിചാരിച്ച് ഇവരിങ്ങനെ നിൽക്കണ കുറേ ആയി. അപ്പോൾ ഈ പെണ്ണില്ല, ആ സ്ത്രീ ആ വീട്ടിലാണ്, അതിന് പെൺകുഞ്ഞിനെ വേണം അമിതമായിട്ട്. എന്നിട്ട് പെൺകുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പൊക്കെ മേടിച്ച് വെക്കലൊക്കെ തുടങ്ങി. ഒരു മെൻ്റലി പ്രശ്നം. അപ്പോഴാണ് ഈ കുട്ടീനെ കിട്ടണത്. ഇവരെന്ത് ചെയ്ത്, ഇവർ തെക്കൻ ജില്ലയിൽ നിന്ന് കുറച്ച് വടക്കുള്ള ജില്ലയ്ക്ക് താമസം മാറി. അപ്പം ഇയാൾക്ക് കുറച്ച് കരാറ് പണികളൊക്കെയാണ്, ബിൽഡിങ്, ആ പണി എല്ലാ നാട്ടിലും ഉണ്ടല്ലോ. അവിടെ നിന്ന് താമസമാക്കി. അപ്പോൾ അവിടെ പറഞ്ഞെന്താ, ഇവരുടെ കുഞ്ഞാണ്. പിന്നെ ഇവർ വർഷങ്ങളോളം നാട്ടിൽ പോയില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണ്ടേ, അതിന് പഞ്ചായത്ത് രാജ് ആക്ടിലൊരു നിയമമുണ്ട്. ആസ്പത്രി പ്രസവിച്ചാൽ ഈ കുട്ടികളുടെ വിവരങ്ങൾ ആസ്പത്രി അധികൃതർ തന്നെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിയിക്കും. വീട്ടിൽ പ്രസവിച്ച ആ വീട്ടുകാരെ അറിയിക്കണം. അപ്പോൾ ആ പഴുത് ഉപയോഗിച്ചിട്ട് ഇവർ പഞ്ചായത്തിൽ ജനനം വൈകി രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്ത്, ഈ അപേക്ഷ കൊടുക്കുമ്പോൾ 2 സാക്ഷികൾ വേണം, അയൽവാസികൾ. അതായത് ഈ കുട്ടീനെ വീട്ടിലാണ് പ്രസവിച്ചത്, ആ വിവരം എനിക്ക് നേരിട്ട് അറിവുള്ളതാണെന്നും പറഞ്ഞ് ഇവർ ഒപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നൊരു ഹിയറിംഗ് ഉണ്ട്, പിന്നെ RDO ഓഫീസിൽ നിന്നൊരു ഹിയറിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പഞ്ചായത്തേക്ക് ഒരു ഓർഡർ RDO കൊടുക്കും. RDO കൊണ്ട് ഓർഡർ ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ റൂട്ടൊക്കെ ഇവർക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഈ കുട്ടീനെ കൊണ്ടുവന്ന് അവിടെ അടുത്തുള്ള രണ്ടാളെ ഒക്കെ സെറ്റാക്കി അവർക്ക് എന്താ ചെറിയ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഡയറിബിലാണ് ഈ വീട്ടിലാണ് ഈ പെണ്ണ് പ്രസവിച്ചതെന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എന്നിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ നാട്ടിൽ പോയി. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു 8 വയസ്സ് 9 വയസ്സൊക്കെ ആയ റേഞ്ചാണ്. ഇത് ഞങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെയും പരിചയപ്പെടുത്തി. അതാണ് പറഞ്ഞത്, ആത്മീയതേൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പും ചതിയും വഞ്ചനയും നടക്കുന്നുണ്ട്. എല്ലാം കർത്താവിൻ്റെ പേരിലാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം.